ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിൻ്റെ എസ്പാന്യോളിനെതിരെയുള്ള വിജയത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള മത്സരങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് എവിടെയാണെന്നുള്ളത്. ഇത് തന്നെ ചെയ്യാനിപ്പോൾ ഒരു ദിവസം വൈകിട്ടുണ്ട്. പക്ഷേ ഈ കളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ പ്രീമിയർ ലീഗിൽ ഈ വീക്കെൻഡിൽ കണ്ടത് ഹൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരമായിരുന്നു. ബ്രൈറ്റൺ സ്പേഴ്സ് മത്സരം കുറച്ചേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് ലിവർപൂൾ മത്സരം ഇന്നലെ അതും കുറച്ചേ കാണാൻ പറ്റുള്ളൂ, കാരണം വെച്ചാൽ യാത്രയിലായിരുന്നു. പിന്നെ ലാ ലീഗിലെ ബാഴ്സലോണ മത്സരം കാണാനേ പറ്റിയില്ല, കാരണം ചില സമയത്ത് ഞാൻ ഫ്ലൈറ്റിനകത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മത്സരങ്ങളൊക്കെ മിസ്സായി. ഈ വീക്കെൻഡ് അത്തരത്തിലൊരു വീക്കെൻഡായിരുന്നു. കാരണം ഈ തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ മത്സരങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ടോക്കിംഗ് പോയിൻറ്റ്സ് ചെയ്യണമെങ്കിൽ ആ മത്സരങ്ങളൊന്ന് റീവിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മത്സരങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അറ്റ്ലീസ്റ്റ് ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സിലെങ്കിലും സംസാരിക്കണമെന്നുണ്ട്. എന്തായാലും കണ്ട കളിയെക്കുറിച്ച് സംസാരിക്കാം. റയൽ മാഡ്രിഡിൻ്റെ എസ്പാന്യോളിനെതിരെയുള്ള വിജയത്തെക്കുറിച്ച്, അതായത് ജോസെ മൊറീനിയോയുടെ റയൽ മാഡ്രിഡിലേക്കുള്ള തിരിച്ചുവരവിലെ ആദ്യത്തെ മത്സരം. അത് എന്താണ്, 90ാമത്തെ മിനിറ്റിലെ വിന്നിംഗ് ഗോളിലാണ് അവർ വിജയിച്ച് കയറുന്നത്. എസ് പി എന്ന് പറയുന്ന ആ ടോൾ 21-കാരനായിട്ടുള്ള സ്ട്രൈക്കറിനെ ബെഞ്ചിൽ നിന്ന് ജോസെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ചങ്ങായിയാണ് ആ ഒരു പ്രോപ്പർ നാച്ചുറൽ നമ്പർ 9ൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു പോച്ചേഴ്സ് ഫിനിഷ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ റയൽ മാഡ്രിഡ് പോയിൻറ്റ്സ് സെക്യൂർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, പോസിറ്റീവ്സും നെഗറ്റീവ്സും സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ ഇവിടെ ജോസെ മൊറീനിയോ തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞെന്താണ്, വി ഡിസേർവ് ടു വിൻ, പക്ഷേ എസ്പാന്യോൾ ഡിൻ ഡിസേർവ് ടു ലൂസ് എന്നുള്ളതാണ്. അതായത് എസ്പാന്യോൾ തോൽക്കാൻ ഡിസേർവിങ് ആയിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അവർക്ക് വേൾഡ് കപ്പിൽ ഒരുപാട് പ്ലെയേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെപ്പോലെ എന്നുള്ളൊരു കാര്യം കൂടി ജോസെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവരുടെ ഇൻറ്റൻസിറ്റി കുറേ ബെറ്റർ ആയിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ് ജോസെ മൊറീനിയോ മുമ്പോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ആ മിഡ്ഫീൽഡിൽ എന്താണ് സൊല്യൂഷൻ റയൽ മാഡ്രിഡ് കണ്ടെത്താൻ പോകുന്നത്? ഇപ്പോൾ ജോസെ മൊറീനിയോ എന്ന് പറയുന്ന പുതിയ മാനേജർ വന്നിരിക്കുകയാണ്. ആളെന്ത് സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ളതാണ് ആകാംക്ഷയുടെ ആളുകൾ കാത്തിരിക്കുന്നത്. മിഡ്ഫീൽഡ് വളരെ കീ ആണ്. ഈ മത്സരത്തിൽ ഡബിൾ പിവോട്ടിൽ 4-2-3-1 ചെങ്ങായുടെ സെറ്റപ്പിൽ ഡബിൾ പിവോട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണ്? ബെർണാഡോ സിൽവയും അതേപോലെ തന്നെ ഫെഡെ വാൽവെർദെയും. ജൂഡ് ബെല്ലിംഗമാണ് ആ 10 റോൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. ജൂഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വേൾഡ് കപ്പിൻ്റെ ആ ഒരു എന്താ പറയുക, 3rd പ്ലേസ് പ്ലേ ഓഫിൽ വരെ കളിച്ചിട്ടുള്ള ചങ്ങായിയാണ്. അപ്പോൾ ലെങ്തി ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചായിട്ടുള്ള ചങ്ങായി വന്നിട്ട്, അപ്പോൾ ആ ഒരു ഫിസിക്കലി അത്ര ഷാർപ്പല്ലാത്തൊരു ജൂഡിനെയാണ് നമ്മൾ കാണുന്നത്. അത് എന്താണ്, ആ സെക്കൻഡ് ഹാഫ് ഡ്രാഗ് ചെയ്യുന്ന കാര്യത്തിൽ ആളുടെ ഒരു ഇൻറ്റൻസിറ്റിയിൽ കുറച്ച് പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ജൂഡ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. അതാണ് കാരണം, ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ആൾ. ഈവൻ എന്താ പറയുക, ആ ബോൾ സർക്കുലേഷനിലും ആൾ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ നടത്താൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നു. അതേപോലെ തന്നെ ആൾ ആ ഒരു ബോക്സിലേക്ക് ക്രാഷ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. അപ്പോൾ ഇതിൽ ജൂഡിനെ പറ്റിയിട്ട് ജോസെ തന്നെ പറയുന്നത് വെച്ചാൽ ആൾക്ക് 6 ആയിട്ടും 8 ആയിട്ടും 10 ആയിട്ടും കളിക്കാം. ക്ലോസർ ടു ദ ഗോൾ ചങ്ങായി കളിക്കുന്നത് കാണാനാണ് തനിക്ക് താല്പര്യം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും ജോസെ ചങ്ങാനെ യൂട്ടിലൈസ് ചെയ്യുക. ഡിഫെൻസീവ്ലിയും ചങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പെഡ വർക്ക് റേറ്റും കാര്യങ്ങൾ തന്നെയാണ്. ആളാണ് റയൽ മാഡ്രിഡ് ഈ സീസണിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. റയൽ മാഡ്രിഡാണ് ഈ മത്സരത്തിൽ ലീഡ് എടുക്കുന്നത് എസ്പാന്യോളിലെ സ്റ്റേഡിയത്തിൽ. പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ആർദ ഗുലേറിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വിനി, 9 ആയിട്ട് കിലിയൻ എംബാപ്പെ. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് അല്ല സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റ് ബാക്കിൽ ഡംഫ്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ കൊനാട്ടെ ഹൗസൻ പാർട്ട്ണർഷിപ്പ് നമ്മൾ കാണുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് ന്യൂ സൈനിങ് ആയിട്ടുള്ള കുക്കുരയ നമുക്കറിയാം, സ്പെയിനിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചുള്ള ചങ്ങായാണ്, കപ്പടിച്ചുള്ള ചങ്ങായാണ്, ലെങ്തി ഓഫ് ഹോളിഡേ എടുത്തുള്ള ചങ്ങായാണ്. കരരാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. കരരാസ് ഡീസൻ്റായിട്ട് കളിച്ചിട്ടുള്ള ഒരു മത്സരം കൂടിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് പിന്നെ റയൽ മാഡ്രിഡ് ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്പാന്യോൾ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ റയൽ മാഡ്രിഡിൻ്റെ 15 പ്ലേയേഴ്സ് വേൾഡ് കപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. എസ്പാന്യോളിൽ അങ്ങനത്തെ പരിപാടികളോ കാര്യങ്ങളുണ്ടായിരുന്നില്ല. അവർ ഒരു ക്ലാസിക് 4-4-2 സെറ്റപ്പായിട്ടാണ് അവർ ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ റയൽ മാഡ്രിഡ് ആസ് യൂഷ്വൽ അവർ നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് തുടക്കത്തിലൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പോകെ എസ്പാന്യോൾ ഗെയിമിലേക്ക് വരുന്നു. പോകെ എസ്പാന്യോളിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലും റയൽ മാഡ്രിഡിൻ്റെ ഇൻറ്റൻസിറ്റിയിലുള്ള കുറവും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റ് ഹാഫിൽ എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവം. അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ മാത്രം സ്റ്റാറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ 7 അറ്റംപ്റ്റുകളാണ് എസ്പാന്യോൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. 39% പൊസിഷൻ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഗെയിമിൽ എസ്പാന്യോൾ ഗ്രോ ചെയ്ത് വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. റയൽ മാഡ്രിഡ് ആ ഗെയിമിൽ നിന്ന് മെല്ലെ പോകുന്ന സിറ്റുവേഷനാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 8 അറ്റംപ്റ്റുകൾ റയൽ മാഡ്രിഡ് നടത്തി. അതിൽ 5 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു.
61% പൊസഷൻ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കിലിയൻ എംബാപ്പയ്ക്കൊക്കെ നല്ല ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എംബാപ്പയുടെ ഫിനിഷിംഗ് മത്സരത്തിൽ അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ആദ്യം മത്സരത്തിൽ ഗോൾ അടിക്കുന്നത് റയൽ മാഡ്രിഡാണ്. റയൽ മാഡ്രിഡ് എങ്ങനെയാണ് ഗോൾ അടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു സെറ്റ് പീസിൽ നിന്നാണ്. അപ്പോൾ ആർദാ ഗുലേർ ഈ മത്സരത്തിൽ 63 മിനിറ്റാണ് ആർദാ ഗുലേർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നത്, ഞാൻ ഈ മത്സരത്തിൽ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില ഡിസിഷനിലേക്കാണ് കിടക്കുന്നത്. അതായത് ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ ബെസ്റ്റ് പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ആർദാ ഗുലേറിൻ്റെ പേര് അതിൽ മുൻപന്തിയിൽ ഞാൻ വെക്കുന്നതാണ്. ജൂഡ് ബെല്ലിംഗാമിൻ്റെ പേര്, ആർദാ ഗുലേറിൻ്റെ പേര്, ഈവൻ ഡിഫൻസിൽ കൊനാട്ടയും ഹൗസിനൊക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. കൊനാട്ടയുടെ ഒക്കെ ചില ആ ഒരു ഫിസിക്കാലിറ്റി ഇങ്ങനെ യൂസ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ എസ്പാനിയോളുടെ പ്ലേയേഴ്സിനെ ഇങ്ങനെ എടുത്തെറിയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡംഫ്രീസ് ഓക്കെ മാത്രമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ 63 മിനിറ്റ് വരെ റയൽ മാഡ്രിഡിൻ്റെ ബെസ്റ്റ് പ്ലെയർ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു ചങ്ങായി ആർദാ ഗുലേർ ആയിരുന്നു. ആളുടെ ഈവൻ ബിൽഡപ്പ് ഫേസിലുള്ള ഇമ്പാക്റ്റ്, ടൈറ്റ് സ്പേസിലുള്ള ഇമ്പാക്റ്റ്, ത്രൂ ബോളുള്ളൊരു ചങ്ങായി കൊടുക്കുന്ന രീതി, ആളുടെ സെറ്റ് പീസ് ഡെലിവറീസ്, ആൾ ഈ മത്സരത്തിൽ ചാൻസുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സെറ്റ് പീസിൽ തന്നെയാണ്. ആ കോർണറുകളാണെങ്കിലും ഫ്രീ കിക്കാണെങ്കിലും ഈ സീസണിൽ ആദ്യത്തെ അസിസ്റ്റ് ഇപ്പോൾ ചങ്ങായി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ആ ഒരു ഫ്രീ കിക്കിൽ നിന്ന്. അപ്പോൾ ആ രീതിയിൽ റയൽ മാഡ്രിഡിൻ്റെ ഒരു ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. പക്ഷേ ആൾ റൈറ്റ് സൈഡിലാണ് കളിക്കുന്നതെങ്കിലും ആ റൈറ്റ് വിങ്ങിൽ അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടല്ല കളിക്കുന്നായിരുന്നു. ആൾ കുറച്ചുകൂടെ എന്താ പറയുക ഇൻസൈഡിലേക്ക് നീങ്ങുന്ന സാഹചര്യമായിരുന്നു, സെൻട്രൽ ഏരിയയിലേക്ക് വരുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ഒരു റൈറ്റ് സൈഡിൽ ഡംഫ്രീസ് കൂടുതൽ വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നാച്ചുറൽ വിങ്ങർ അല്ലാത്ത സാഹചര്യത്തിൽ ആ ഒരു ഇൻസൈഡ് റോളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അത്തരത്തിലൊരു നാച്ചുറൽ വിങ്ങറിനെ കൊണ്ടുവരണം എന്ന് കരുതി തന്നെ ആയിരിക്കണം ജോസെ മൗറീനിയോ ഗുലേറിനെ പിൻവലിച്ചുകൊണ്ട് പുതിയ സൈനിങ് ആയിട്ടുള്ള 140 മില്യൺ യൂറോസിന് കൊണ്ടുവന്നിട്ടുള്ള ദിയോമൻഡെ എന്ന് പറയുന്ന എക്സൈറ്റിംഗ് പൊട്ടൻഷ്യൽ പ്ലെയറിനെ കൊണ്ടുവരുന്നത്. പക്ഷേ ഗുലേറിനെ ആയിരുന്നു അവിടെ സബ് ചെയ്യേണ്ടിയിരുന്നുള്ള ചോദ്യമാണ്. ഇവിടെ അൺടച്ചബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടോ? അപ്പോൾ ജൂഡിനെ സബ് ഓഫ് ചെയ്തു 79ാമത്തെ മിനിറ്റിൽ, കാരണം ആൾ ഫിസിക്കലി ടയർഡായിരുന്നു. പക്ഷേ വിനി ജൂനിയറുടെ പെർഫോമൻസ് ആവറേജ് ആയിരുന്നു അല്ലേ? അപ്പോൾ വിനി ജൂനിയറിനെ പോലെയുള്ള പ്ലെയേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം വിനി, കിലിയൻ ഇവർക്കൊക്കെ ഒരു മിനിറ്റ് ഒരു മൊമെൻറ്റ് മതി മത്സരം ചേഞ്ച് ചെയ്യാനായിട്ട്. നമുക്കറിയുന്നൊരു കാര്യമാണ് അല്ലേ? ഒരു ഗെയിമിൻ്റെ മൊത്തത്തിലുള്ള പരിപാടി ചേഞ്ച് ചെയ്യാൻ ഇവർക്കൊരു മൊമെൻറ്റ് മതി. പക്ഷെ ഗുലേർ മത്സരത്തിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആൾ അവിടെ സബ് ഓഫ് ചെയ്യേണ്ടതായിട്ടുള്ള പ്ലെയർ ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇവൻച്വലി റയൽ മാഡ്രിഡ് വിന്നിംഗ് ഗോൾ അടിച്ചു, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ ഒരു ചോദ്യമുണ്ട്, ഈ അൺടച്ചബിളായിട്ടുള്ള സ്റ്റേറ്റസ് ഇപ്പോൾ വിനിയുടെയൊക്കെ പെർഫോമൻസിൽ ഡിപ്പ് സംഭവിക്കുമ്പോൾ, കിലിയൻ്റെയൊക്കെ പെർഫോമൻസിൽ ഡിപ്പ് സംഭവിക്കുമ്പോൾ അവരെയൊക്കെ ചിലപ്പോൾ പോകെ ജോസെ സബ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടി എന്നുള്ളതാണ്. യെസ്, ജോസെ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഈ ബിഗ് പ്ലെയേഴ്സിൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പരിപാടി ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷേ വിനി സത്യം പറഞ്ഞു വെച്ചെങ്കിൽ ഈ മത്സരത്തിൽ ആളുടെ ഡ്രിബ്ലിങ് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഒരു ഷോട്ടോ എങ്ങനെയാണ് അടിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ 8 തവണ ആളെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ ആൾ ഇൻസൈഡിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. വൈഡ് ഏരിയയിൽ അദ്ദേഹത്തിന് ഈ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അതായത് 23ാം നമ്പറുകാരൻ ഹിലൈലി അല്ലേ, ഒമർ അൽ ഹിലൈലി, ആളൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ റീഡൽ അവരുടെ ആ ഒരു RCB നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഈ മത്സരത്തിൽ കാണുന്നു. അതേപോലെ തന്നെ മറ്റേ നമ്മുടെ ഗോളടിച്ച ചങ്ങായി അലക്സ് കാലത്രാവിനെ കുറിച്ച് സംസാരിക്കണം. ആളിൽ വളരെ ലക്കിയായിരുന്നു തുടക്കത്തിൽ തന്നെ യെല്ലോ കിട്ടാതെ പോയതിൽ നിന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. മിനിമം യെല്ലോ കിട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. വെച്ചാൽ വിനിനെ ഫൗൾ ചെയ്യുന്നിട്ട് വിനിനെ കിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 3ാമത്തെ മിനിറ്റിലെങ്ങനെയാണ് സംഭവിക്കുന്നത്. അവിടെ റെഫറി അതിന് എന്താ പറയുക കാർഡ് കൊടുത്തില്ല. അതൊരു പക്ഷേ ഗെയിമിൽ അത്രയും നേരത്തെ സംഭവം അവിടെ കാലത്രാവിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായി എന്ന് കണക്കാക്കേണ്ടി വരും. എന്തായാലും ആ ഒരു കിക്കിന് കുറച്ചും കൂടെ ചിലപ്പോൾ വൈകി സംഭവിച്ചിരുന്നെങ്കിൽ എല്ലാം കിട്ടിയേനെ എന്നുള്ളതാണ്. ഇതായിരിക്കണം അവരുടെ ഒരു ചിന്താഗതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് റെഫറിമാരുടെ. അതവിടെ അത്തരത്തിലൊരു കിക്കൊക്കെ സംഭവിക്കുമ്പോൾ അത് അവിടെ തന്നെ അപ്പോൾ തന്നെ ഇപ്പോൾ എത്ര നേരത്തെയാണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അത് ശരിയായ തീരുമാനമായിട്ട് തന്നെയാണ് തോന്നുക. ഞാൻ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിച്ച് നോക്കിയതാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ ലക്കി ബോയ് ആയിരുന്നു കാലത്രാവ. കുറച്ചുകൂടെ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈവൻ റെഡ് കാർഡ് കിട്ടേണ്ട തരത്തിലുള്ള സംഭവമാണ്. അവിടെ അതിന് ഭീകരമായിട്ടൊരു ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അത്തരത്തിൽ ആ ഒരു ഇൻസിഡൻറ്റിന് അവിടെ ഒരു റെഡ് കാർഡ് ഒഫൻസ് ആകാതെ മാറിപ്പോയത് എന്നുള്ളതാണ്. പക്ഷെ വളരെ എന്താ പറയുക നൈവായിട്ടുള്ള പെറ്റിലൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് അലക്സ് കാലത്രാവയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. എന്താ ഈ ചെങ്ങാനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ ചെങ്ങായുടെ ലാലിഗ ഡെബ്യൂ ആണ്. 26 വയസ്സുണ്ട് അലക്സ് കാലത്രാവയ്ക്ക്. ഈ മത്സരത്തിൽ ആൾ ഗോൾ അടിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ ലാലിഗ കരിയറിലെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് റയൽ മാഡ്രിഡിനെതിരെ തൻ്റെ
ഹോം ക്രൗഡിന് മുമ്പിൽ. അത് ഈക്വലൈസർ ഗോളായിരുന്നു. ശരി, എസ്പാന്യോൾ മത്സരം പരാജയപ്പെട്ടു. പക്ഷേ ചെങ്ങായുടെ ആ കരിയർ ഭയങ്കര രസമുള്ളൊരു കരിയറാണ്. ആള് 6 വർഷങ്ങൾക്ക് മുമ്പേ പ്രൈമാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചെങ്ങായാണ്. 8 AM ഷിഫ്റ്റ് ആയിരുന്നു ചെങ്ങായുടെ, 8 മണിക്കുള്ള ഷിഫ്റ്റ് രാവിലെ. മാത്രമല്ല ആ സമയത്ത് ആൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ട് ടൈമായിട്ട് സ്പെയിനിലെ 5th tier ഫുട്ബോളും കളിക്കുന്നുണ്ടായിരുന്നു. ആ ചെങ്ങായാണ് ഇപ്പോൾ വിനി ജൂനിയറിനെ ബാക്കിൽ കിക്ക് ചെയ്തിട്ട് കാർഡ് കിട്ടാതെ പോകുന്നതും റയൽ മാഡ്രിഡിനെതിരെ തൻ്റെ ലാലിഗ കരിയറിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അലക്സ് കാലത്രാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്തൊരു ഡ്രീം സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ആളെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട് ആ മത്സരത്തിന് ശേഷം എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. യെസ്, SP ഗോളിൽ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ പോലും അലക്സ് കാലത്രാവിനെക്കുറിച്ച് ഈ 26-കാരനെക്കുറിച്ച് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ആ മത്സരത്തിന് ശേഷം. അതെടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി അപ്പോൾ ഡ്രിബിൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ ഇത്തിരി ഇടങ്ങറാവുന്ന വിനി ജൂനിയർ നമ്മൾ കാണണം. അപ്പോൾ വിനിയുടെ ഒരു ആവറേജ് ഗെയിമായിരുന്നു. ചില ഫ്ലിക്ക്, ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കാര്യത്തിൽ ഇനി പോകെ വിനിയെയും ഒക്കെ സബ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം ഈ മത്സരത്തിൽ ഗുലിയറിനെ സബ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ മൊത്തത്തിലുള്ള കോൺടെക്സ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലെ ചില ഇൻസ്റ്റൻസിൽ ഇപ്പോൾ 69ാം മിനിറ്റിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ. 69ാമത്തെ മിനിറ്റിൽ എസ്പാന്യോളിൻ്റെ ഒരു ട്രാൻസിഷൻ അറ്റാക്കിൽ ജൂഡ് ഡിയോമൻ്റെ കിലിയൻ എംബാപ്പെ ഇവർ 3 പേരും ട്രാക്ക് ബാക്ക് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 പ്ലേയേഴ്സ് ആ രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്തിരുന്നു വെച്ചെങ്കിൽ ക്വാളിറ്റി ഓപ്പോണൻസ് ചിലപ്പോൾ പണി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗലാക്റ്റിക്കോസ് കളിക്കുന്ന കാര്യത്തിൽ ആ ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ 89ാമത്തെ മിനിറ്റിൽ SP, വിനി, കിലിയൻ ഈ 3 പേരും ഫ്രണ്ടിൽ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കാണാൻ പറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള ചില മൊമെൻറ്റ്സ് നമുക്കിങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കൊനാറ്റെ ആണെങ്കിലും അതേപോലെ തന്നെ ഹൗസിനാണെങ്കിലും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു സിനാരികൾ. പക്ഷേ മിഡ്ഫീൽഡിൽ നിന്ന് കൂടി കൂടുതൽ ഡിഫെൻസീവ് സപ്പോർട്ട് വേണ്ടി വരും. അതേപോലെ തന്നെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൽ നിന്നും ഡിഫെൻസീവ് സപ്പോർട്ട് വേണ്ടി വരും എന്നുള്ളത് കൺസിഡർ ചെയ്ത തരത്തിലുള്ള സംഭവമാണ്. ബേസിക്കാണത് ഫുട്ബോളിലെ, പ്രത്യേകിച്ച് മോഡേൺ ഫുട്ബോളിലെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വിനി ജൂനിയർക്കെതിരെ ഒരു ഫൗൾ തന്നെയാണ് തുടക്കത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. പിന്നെ വിനീനെ ഫൗൾ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് ആ ഒരു കോൺടാക്റ്റ് ഉണ്ട് അവിടെ, വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല, പക്ഷേ സ്റ്റിൽ ഫൗൾ അവിടെ വിളിക്കുന്നു. ഗുലിയറിൻ്റെ ഫ്രീ കിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു. അത് ബ്യൂട്ടിഫുൾ ബോളാണ്. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഹെഡർ നമ്മൾ കാണാണ്. റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നു. ജോസെ മൗറിനോയുടെ മടങ്ങി വരവിലെ ആദ്യത്തെ ഗോൾ. അങ്ങനെ റയൽ ലീഡ് എടുക്കുന്നു. പിന്നെ 21ാമത്തെ മിനിറ്റിൽ എറ്റേണോ 21 എന്ന് പറയുന്ന ബാനറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എസ്പാന്യോളിൻ്റെ ആരാധകർ ഇങ്ങനെ പൊക്കി പിടിക്കുന്ന സംഭവം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു വെച്ചെങ്കിൽ ഡാനി ആർക്കി എന്ന് പറയുന്ന അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടാണത്. ആൾ 2009 കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്നു, അങ്ങനെയാണ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു 21ാമത്തെ മിനിറ്റിലൊരു സംഭവമുണ്ട്. പിന്നെ മാത്രമല്ല 21ാം നമ്പർ ജേഴ്സി എസ്പാന്യോളിൻ്റെ അക്കാഡമി പ്രൊഡക്ട്സുകൾ മാത്രമേ ധരിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണത്. ഹൗസിൻ്റെ നെറ്റിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമിൻ്റെ സമയത്ത് കണ്ടിട്ടായിരുന്നു. പിന്നെ അവർ എസ്പാന്യോൾ ഉണരുന്നത് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നുള്ള അവരുടെ ചില അറ്റംപ്റ്റുകളാണ്. ഒരു ഷോട്ട് തീബോ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ റീബൗണ്ടും കാര്യങ്ങളും ഇവർ അറ്റംപ്റ്റുകൾ നടത്തുകയാണ്. അപ്പോൾ അറ്റംപ്റ്റ് നടത്തിയോടുകൂടി ക്രൗഡ് കൂടെ കൂടുന്നു. അതേപോലെ തന്നെ ഈ എസ്പാന്യോൾ പ്ലേയേഴ്സിനും കോൺഫിഡൻസ് വർദ്ധിക്കുന്ന സാഹചര്യം നമ്മൾ കാണാണ്. അങ്ങനെയാണ് 30ാമത്തെ മിനിറ്റിൽ ആ ഗോള് പിറക്കുന്നത്, കാലത്രാവയുടെ ഗോൾ പിറക്കുന്നത്. അപ്പോൾ അതിൽ ബെർണാഡോ സിൽവയാണ് ബോക്സിൽ റയലിൻ്റെ ആ ഒരു, അതായത് അറ്റാക്കിംഗ് ഏരിയയിൽ എസ്പാന്യോളിൻ്റെ ബോക്സിൽ പൊസഷൻ നഷ്ടപ്പെടുത്തുന്നത്. പിന്നെ അവിടെ റയലിൻ്റെ ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി നമ്മൾ മൊത്തത്തിൽ എസ്പാന്യോളിൻ്റെ മൂവിൽ കാണണം. എസ്പാന്യോൾ അവിടെ നിന്ന് ആ ബോൾ സർക്കുലേറ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ജൂഡ് ബെല്ലിംഗ്ഹാമാണ് ഒരു ടാക്കിളിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അവിടെ ഒരു ഫൗൾ ഉണ്ടായിരുന്നു. റെഫറി പ്ലേ ഓൺ വിളിക്കുന്നു. അങ്ങനെ ആ ബോൾ മുമ്പോട്ട് പോകുന്നു. ഒരു ഘട്ടത്തിലും റയൽ മാഡ്രിഡിന് കൃത്യമായിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റിയോ അല്ലെങ്കിൽ ഒരു ഡ്യൂൽ വിൻ ചെയ്യാനുള്ള ഒരു ശ്രമമോ നമുക്ക് ആ ഒരു മൂവിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എസ്പാന്യോളിൻ്റെ. അവർ പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് അവരെ പ്രസ് ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്, ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ്. പക്ഷേ പോരാ, ആ ഡ്യൂലിൽ ആ ഒരു ഫുൾ ഹാർട്ടഡ് സംഭവം നമ്മൾ കാണുന്നില്ല റയലിൻ്റെ പ്ലേയേഴ്സിൽ നിന്ന്. അങ്ങനെ ആ ബോൾ റൈറ്റിൽ നിന്ന് ആ സെൻറ്ററിലേക്ക് എഡ്ജ് ഓഫ് ദ ബോക്സിലേക്ക് കൊടുക്കുന്ന കാര്യത്തിൽ
എന്താണ് അവിടെ ബെർണാഡോ സിൽവ പൊസിഷൻ ചെങ്ങാരുടെ നിന്നാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബെർണാഡോ സിൽവ അവിടെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവിടെ വളരെ ടെക്നിക്കലി സൗണ്ടായിട്ടാണ് എസ്പാന്യോൾ പ്ലെയർ ബിഹേവ് ചെയ്യുന്നത്. ആൾക്ക് സ്പേസ് ഉണ്ട്, അങ്ങനെ ചങ്ങായി ലെഫ്റ്റിലേക്ക് അത് നിരക്കി കൊടുക്കുന്നു, കട്ട് ബാക്ക് വരുന്നു. ഡബിൾ പിവോട്ടിലുള്ള ചങ്ങയാണ് ഫെഡെ വാൽവെർദയുടെ ആളാണ് അവിടെ ആ ബോക്സിൽ കലത്രാവ ഗോൾ അടിക്കുന്നത്. അപ്പോൾ അവിടെ റയലിൻ്റെ ആ ഒരു ഡിഫെൻഡിങ്ങിലുള്ള പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ നിന്നുള്ള കവറിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നു, ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി നമ്മൾ കാണുന്നു. അപ്പോൾ ആ രീതിയിലാണ് എസ്പാന്യോൾ ഗോൾ മടക്കുന്നത്. കലത്രാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്രേറ്റ് മൊമെൻ്റാണ്. പിന്നെ വിനിയും കാലയും തമ്മിൽ വീണ്ടും ഒരു സ്കഫിൽ സംഭവിക്കുന്നു, രണ്ടുപേരും യെല്ലോ കാർഡ് കിട്ടുന്നു. അപ്പോൾ ജോസി പറയുന്നുണ്ട് വിനിയുടെ ഇമോഷണൽ കൺട്രോളിനെ കുറിച്ചിട്ടൊക്കെ ജോസി പറയുന്ന മത്സരത്തിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിനി കൂടുതൽ ഇമോഷണൽ കൺട്രോൾ കാഴ്ചവെക്കണം, കാരണം ചില ആളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ജോസിയുടെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഏത് രീതിയിലാണ് വിനി ജൂനിയറിനെ ജോസെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിൽ സംഭവമാണ്. അതേപോലെ തന്നെ ഒരു പക്ഷേ വിനിയെ മറ്റൊരു നിലയിലേക്ക് മാറ്റിയെടുക്കാൻ ജോസയ്ക്ക് സാധിക്കുമായിരിക്കും, കണ്ടറിയാം. വിനിയുടെ ഗെയിമിൽ നമുക്കറിയാം വിനി ഒടുക്കത്തെ പ്ലെയർ ആണെന്നുള്ളത്, വിനി മാച്ച് വിന്നറാണെന്നുള്ളത്. പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ ഈ മത്സരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ മത്സരത്തിൽ ബാങ് ആവറേജ് പെർഫോമൻസ് ആയിരുന്നു വിനിയുടെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്കഫിളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ എംബാപ്പയുടെ ഒരു ഗ്രേറ്റ് ടേൺ ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ടേൺ. എനിക്ക് തോന്നുന്നു കരരാസാണ് പാസ് കൊടുത്തെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിലൂടെയുള്ള എംബാപ്പയുടെ റൺ, ആ ടേണിൽ ആ ഡിഫൻഡറിനെ പരിപ്പളകി പോകുന്നു, ബോക്സിലേക്ക് പോകുന്നു. പക്ഷേ ആളുടെ അറ്റംപ്റ്റ് ദിമിത്രോവിച്ച് എന്ന് പറഞ്ഞാൽ കീപ്പർ സേവ് ചെയ്യാണ്. ആ ഷോട്ട് അത്ര ടോപ്പായിരുന്നില്ല എന്നതാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ജൂഡ് ബെല്ലിംഗാം ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്യുന്നു. എന്നിട്ട് ബെർണാഡോ എംബാപ്പേനെ റൈറ്റ് സൈഡിൽ എത്തണം. എംബാപ്പയുടെ പാസ് ബെർണാഡോയുടെ പാസ് എംബാപ്പെ കൊടുക്കുന്നു. എംബാപ്പയുടെ ഇത്തവണ ടേൺ നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിലാണ്. എന്നിട്ട് 1 സെക്കൻഡ് ബോക്സിലേക്ക് പോകുന്നു. 1v1 സിനാരിയോ ആണ്. ദിമിത്രോവിച്ച് 1 സെക്കൻഡ് സേവ് ചെയ്യാണ്. ആ ഷോട്ടുകളൊന്നും അത്ര ടോപ്പായിരുന്നില്ല എന്നതാണ് രണ്ട് അറ്റംപ്റ്റുകളും. പക്ഷേ നല്ല റണ്ണുകളായിരുന്നു ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു, നല്ല ടേൺ ആയിരുന്നു, ആ ഒരു പേസ് ചങ്ങായി ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഓർക്കേണ്ടതായിരുന്നു. പിന്നെ ഗുലേർ ആ ഒരു മിഡ് ഏരിയയിൽ നട്മഗ് ചെയ്യുന്നു എസ്പാന്യോളുടെ പ്ലെയറിനെ, അങ്ങനെ ഫൗൾ വാങ്ങുന്ന സിനാരിയോ നമ്മൾ കാണുന്നു. പിന്നെ എന്താണ് ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിൽ നല്ലൊരു ചാൻസ് എസ്പാന്യോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു. അത് ഫസ്റ്റ് ഹെഡർ എസ്പാന്യോൾ പ്ലെയർ മിസ് ചെയ്യാണ്. കാരണം വെച്ചാൽ ചെറിയ എന്താ പറയുക, ആ ഹെഡർ കുറച്ച് പിന്നെ ഫസ്റ്റ് ഹാഫിന് ഇഞ്ചുറി ടൈമിൽ ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി എസ്പാന്യോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ക്രോസുകൾ ബോക്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് റയൽ മാഡ്രിഡ് ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ക്രോസ് വരുന്നത് തടയാൻ സാധിച്ചില്ല. അവിടെ ഇനീഷ്യൽ ഹെഡർ അവർക്ക് അടിക്കാൻ സാധിക്കുന്നില്ല. അത് എന്താ പറയുക, കുറച്ച് ഹൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിപ്പോയി. പക്ഷേ അത് നേരെ ചെന്ന് വീണിട്ടുള്ള ആ പ്ലെയറിലേക്ക് ചെന്ന് വീഴുന്ന സാഹചര്യത്തിൽ ആൾ നിലത്തേക്കാണ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എസ്പാന്യോളെ സംബന്ധിച്ചിടത്തോളം. ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സാഹചര്യത്തിൽ ലീഡോട് കൂടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ 1.03 XG ആയിരുന്നു എസ്പാന്യോൾ ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 0.54 XG ആണ് റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ കഥ മാറി. സെക്കൻഡ് ഹാഫിൽ എസ്പാന്യോൾ ആകെ ഒരേ ഒരു അറ്റംപ്റ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. റയൽ മാഡ്രിഡ് 13 അറ്റംപ്റ്റുകൾ നടത്തുന്നു. അവർ ആ വിന്നിംഗ് ഗോളിനുള്ള ശ്രമം നടത്തുന്നു. എസ്പാന്യോൾ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു. അവർ ഡിഫെൻഡ് ചെയ്ത് ആ ഒരു പോയിന്റുമായിട്ട് പിന്നെ തിരിച്ചു പോകാം, ഇടയ്ക്കൊരു ട്രാൻസിഷൻ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ റയൽ മാഡ്രിഡിനെ ഹേർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗുലേറിൻ്റെ മറ്റൊരു ഫാൻറ്റാസ്റ്റിക് കോർണറിൽ നിന്ന് ജൂഡ് ബെല്ലിംഗാമിൻ്റെ മറ്റൊരു ഗ്രേറ്റ് ഹെഡർ ദിമിത്രോവിച്ച് ആളുടെ ഗ്രേറ്റ് സേവാണ്. എന്നിട്ട് അത് ബാറിൽ തട്ടുന്നു. അതിൻ്റെ റീബൗണ്ട് കിലിയൻ എംബാപ്പയ്ക്ക് നല്ല രീതിയിൽ അവിടെ ഹെഡ് ചെയ്ത് ഗോളാക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരുന്നു. അതായത് നല്ലൊരു ഡെലിവറി, നല്ല ഹെഡർ. ജൂഡ് ബെല്ലിംഗാം ഒരു മാസീവ് ത്രെട്ടാണ്. പിന്നെ പെനാൽറ്റി ഷൗട്ട് വിനി ജൂനിയറിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് കാര്യമായിട്ടുള്ള ഒരു സംഭവമല്ല. പിന്നെയാണ് ഈ 64ാമത്തെ മിനിറ്റിൽ ദിയമന്തേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കരേരാസിനെ പിൻവലിച്ചുകൊണ്ട് കുക്കുരേനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം എസ്പാന്യോളിൻ്റെ ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഈ RCD സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനി ജൂനിയറിൻ്റെ ഒരു ഫേവറേറ്റ് ഗ്രൗണ്ടാണ്. ആൾ എസ്പാന്യോളിനെതിരെ 11 ലീഗ് മത്സരങ്ങളിൽ 5 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 5-ൽ 3 പിറക്കുന്നത് എസ്പാന്യോളുടെ ഈ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. മനസ്സിലായി. അപ്പോൾ വിനിയുടെ ഒരു ഹാപ്പി ഹണ്ടിങ് പ്ലേസ് ആണിത്. പക്ഷേ ഈ മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ചെങ്ങയ്ക്ക് ഉണ്ടാകാൻ സാധിച്ചില്ല. ഫെഡെ വാൽവെർദയുടെ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നൊരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു. അത് പോസ്റ്റിനെ കിസ് ചെയ്ത് പോകുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. 80ാമത്തെ മിനിറ്റിൽ ജോസി മൊറീനോയുടെ ട്രിപ്പിൾ ചേഞ്ച് വർക്കായി എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ കമോയിങ്കേനെയും ട്രെൻറ്റിനെയും അതേപോലെ തന്നെ ഈ എസ്പിനെയും കൊണ്ടുവരുന്നു. എസ്പി തന്നെയാണല്ലോ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ജൂഡിനെ പിൻവലിച്ചിട്ടാണ് എസ്പിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ്
എങ്ങനെയാണ് ആ ഗോളിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡിന്. അതിൽ ഹൗസിൻ്റെ ലൈൻ ബ്രേക്കിംഗ് പാസ്. റയൽ മാഡ്രിഡിൻ്റെ ബോൾ പ്രോഗ്രഷനിൽ മിഡ്ഫീൽഡിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കൊനാട്ടയും അതേപോലെ തന്നെ ഹൗസിനുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മിഡ്ഫീൽഡിൽ ഈ ബോൾ പ്രോഗ്രഷൻ, അപ്പോൾ ഈ ഗെയിമിൽ കുറച്ചുകൂടെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബെർണാഡോ സിൽവനെ ഒരു ഡബിൾ പിവറ്റിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ബെർണാഡോക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഈ മത്സരത്തിൽ. അപ്പോൾ കൂടുതൽ ബോൾ പ്രോഗ്രഷൻ, ഇപ്പോൾ ജൂഡൊക്കെ താഴ്ത്തിറങ്ങി വന്നിട്ട് ബോൾ പ്രോഗ്രഷൻ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗുലേർ ഇറങ്ങി വരുന്നുണ്ട്. ഗുലേർ പിന്നെയും അതിൽ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ കൂടുതലും എന്താണ് ഡിഫൻഡർമാരാണ് ആ പണി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് റയൽ മാഡ്രിഡിൻ്റെ ബോൾ പ്രോഗ്രഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഈ ഡിഫൻഡർമാർക്ക് ലൈൻ ബ്രേക്കിംഗ് പാസുകളും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞാൽ, അവർക്ക് ഡയഗണൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫാന്റാസ്റ്റിക് സംഭവം തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ബ്യൂട്ടിഫുൾ ഡയഗണൽ ബോൾ ജൂഡ് ബെല്ലിംഗാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്ക്? ഡംഫ്രീസിന് അല്ലേ? ഡംഫ്രീസിന് കൊടുക്കുന്നു. ഫാന്റാസ്റ്റിക് ഡയഗണൽ ബോളാണ്. ഡംഫ്രീസ് അത് ഗുലേറിന് കൊടുക്കുന്നു. ഗുലേറിൻ്റെ ത്രൂ ബോൾ ഉണ്ടായിരുന്നു, ഡംഫ്രീസിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്ട് ബോൾ മാൻ! ഡംഫ്രീസിൻ്റെ അറ്റംപ്റ്റ് അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, മനസ്സിലായില്ലേ? ഹോൾ മൂവ് നല്ലതായിരുന്നു. അറ്റംപ്റ്റ് കുറച്ച് വീക്കായിരുന്നു, അത് വേറെ കാര്യം, സോറി. ആ രീതി അത് ഒരു ഡീസൻറ്റ് അറ്റംപ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. ഡംഫ്രീസിന് വേറെയും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എംബാപ്പയുടെ അറ്റംപ്റ്റിൽ റീബൗണ്ട് വന്നുള്ള സാഹചര്യത്തിൽ ആൾക്ക് അത് നിലത്ത് നിർത്താൻ സാധിച്ചില്ല, അത് ആകാശത്തോട്ട് പറന്നു പോയിട്ടാണ്. പക്ഷേ ഇവിടെ അറ്റ്ലീസ്റ്റ് ഡംഫ്രീസ് അത് ടാർഗറ്റിലേക്ക് അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിലുള്ള ഗുലേറിൻ്റെ പാസ് ത്രൂ ബോൾ വാസ് ഫാന്റാസ്റ്റിക്. ജൂഡിൻ്റെ ഡയഗണൽ വാസ് ഫാന്റാസ്റ്റിക്. അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വിനിയുടെ നല്ലൊരു ഫ്ലിക്ക്, അതായത് പിന്നെ നമ്മുടെ ഹൗസിൻ്റെ ലൈൻ ബ്രേക്കിംഗ് പാസ്, ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണ് വിനി നിൽക്കുന്നത്. വിനിയുടെ നല്ലൊരു ഫ്ലിക്ക് എംബാപ്പിനെ റിലീസ് ചെയ്യുന്നു. എംബാപ്പെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഷോട്ടിന് പകരം ഇത്തവണ എസ്പിക്ക് പിന്നെ പാസ് ചെയ്ത് കൊടുത്താണ്. പക്ഷെ അത് കീപ്പർ ഗ്യാദർ ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നത്. അപ്പോൾ വിചാരിച്ചത് റയൽ മാഡ്രിഡ് ആരാധകർ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അത് പോയി, ഇനിയിപ്പോൾ സമനില വഴങ്ങുമോ എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നാച്ചുറൽ നയൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം അവർ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ഇപ്പോൾ എംബാപ്പയ്ക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. എംബാപ്പെ നയനായിട്ട് കളിക്കുന്നുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന തരത്തിലുള്ള ചങ്ങായല്ലേ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ചങ്ങായാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ദിയോമാൻ്റെ, വിനി, ജൂഡ്, അതേപോലെ തന്നെ എംബാപ്പയൊക്കെ. അപ്പോൾ ആ ബാലൻസ് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. എസ് പി വന്നപ്പോൾ ഒരു നാച്ചുറൽ നയൻ്റെ ആ ഒരു പ്രസൻസ് വലിയ ഇമ്പാക്റ്റ് ഒന്നും അതിന് മുമ്പ് ഉണ്ടാക്കിയില്ല ഗോൾ അടിക്കാൻ. പക്ഷേ ആ ഗോൾ കണ്ടെത്തി, അതാണ് ചെങ്ങായുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ അവിടെ അതൊരു നാച്ചുറൽ നയൻ്റെ ഒരു പ്രത്യേകതയാണത്. ഹൊസലു ജൂനിയർ എന്ന രീതിയിലാണ് ഇപ്പോൾ ദീപോ കുറച്ചുമൊക്കെ ചെങ്ങായനെ ലേബിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഹൊസലു ഉണ്ടാക്കിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം തന്നെയായിരിക്കും എസ് പിയുടെയും ആഗ്രഹം, അല്ലെങ്കിൽ അതിന് മേലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അതൊരു ഫാന്റാസ്റ്റിക് സംഭവമായിട്ട് മാറും. അപ്പോൾ ആ ഗോൾ പിറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊസിഷൻ നഷ്ടപ്പെടുന്നുണ്ട്, എസ്പാന്യോൾ ക്ലിയർ ചെയ്യുന്നുണ്ട്, വീണ്ടും അതായത് തുടരെ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിയോമൻ്റെ റൈറ്റിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ട്രെൻഡ് വന്നിട്ടുണ്ട്. ട്രെൻഡ് ആ ഒരു മിഡ് ഏരിയയിലാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഡിഫൻസിൻ്റെ ഭാഗമായിട്ടൊരു അവിടെ നിന്ന് ബോൾ സ്പ്രേ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നത്. എനിവേ എനിക്കൊന്ന് കമ്മിങ്ങാണ് ചങ്ങാനെ പിക്ക് ചെയ്യുന്നത് ദിയോമൻ്റെ. ദിയോമൻ്റെ ഡ്രിബിൾ ചെയ്യുന്നതിന് പകരം എംബാപ്പയുടെ പൊസിഷനായ ജോസ് ബോക്സിൽ കാണുന്നു, ആൾക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. എംബാപ്പെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യാനാണ് ശ്രമിച്ചത് ബോക്സിലേക്ക്. അവിടെ ആ പേസ് ഇഞ്ചക്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന എസ്പാന്യോൾ അത് ഡിഫെൻഡ് ചെയ്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അവിടെയാണ് എസ് പി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ആ പോച്ചറിൻ്റെ ആളതിൻ്റെ അവിടെ അത് സെൻസ് ചെയ്യുന്നു. അവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഡിഫൻസിനെ ട്രബിൾ ചെയ്യാൻ എംബാപ്പയുടെ റണ്ണിന് സാധിക്കുന്നു. പിന്നെ അവിടെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനെ പോലെ റിയാക്ട് ചെയ്യുന്നത് എസ് പി ആണ്. എസ് പി റിയാക്ട് ചെയ്തിട്ട് ഗോൾ അടിക്കുന്നത് ഫാന്റാസ്റ്റിക് സംഭവം. അപ്പോൾ ജോസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണിയോട് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചെങ്ങായി പറഞ്ഞ പോലെ 15 പ്ലേയേഴ്സ് വേൾഡ് കപ്പ് കളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിസിക്കൽ ഷാർപ്നെസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. പക്ഷേ മിഡ്ഫീൽഡിൽ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഗലാക്റ്റിക്കോസിനെ ഈ എല്ലാ പ്ലേയേഴ്സിനും ഒരുമിച്ച് കളിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ടീമിൽ ഗുലേറിനെ സംബന്ധിച്ചിടത്തോളം ആൾ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുലേറിനെ ഒരു ബലിയടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഗുലേറും ജൂഡും ഒരുമിച്ച് കളിക്കുന്നത് ഈ ടീമിൽ ഗുണമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ആദ്യം സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത് ഗുലേറാണ് പലപ്പോഴും. അത് മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.